ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആലൻ മല്ലു ലൈഫ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാർ ബൂട്ട് സെയിലിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. കാർ ബൂട്ട് സെയിൽ അഥവാ ബൂട്ട് ഫെയർ എന്നൊക്കെ പറയുന്നത് പ്രൈവറ്റായിട്ടുള്ള കുറേ ഇൻഡിവിജ്വൽ കളക്റ്റീവ്ലി ഒരിടത്ത് ഒത്തുകൂടിയിട്ട് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന പരിപാടിയാണ്. ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതുപോലെ ഗാർഡനിങ് സ്റ്റഫ്, അപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ളതും ന്യൂ ആയിട്ടുള്ളതുമായ ഒത്തിരി സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സെയിലാണ് കാർ ബൂട്ട് സെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാർ ബൂട്ട് സെയിലുകൾ നടക്കാറുണ്ട്. UK ഒരുപാട് കാർ ബൂട്ട് സെയിലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിനടുത്ത് നടന്ന ഒരു ചെറിയ കാർ ബൂട്ട് സെയിൽ. Scooty, you like it? €7, please. Yeah. പൊതുവെ കാർ ബൂട്ട് സെയിലുകളെല്ലാം തന്നെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു 6 മണി 7 മണിക്കൊക്കെ അവർ അത് എല്ലാം ഫോളിനായി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 3 മണിവരെയൊക്കെ ആയിരിക്കും അത് കാണുക. നമ്മളിവിടെ വന്നിട്ട് ഈ ഫെർമോയിലുള്ള രണ്ടാമത്തെ കാർ ബൂട്ട് സെയിലാണ് ഈ നടക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള കാർ ബൂട്ട് സെയിലിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് നമ്മൾ ഉച്ച സമയത്തൊക്കെയാണ് എത്തിയത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉച്ചയോടുകൂടി ആകുമ്പോഴത്തേക്കും എല്ലാവരും ഏറെക്കുറെ ഇത് ഫിനിഷ് ചെയ്ത് തിരിച്ചു പോകാനുള്ള തിരക്കിലൊക്കെ ആയി. നമ്മുടെ നാട്ടിലെ സാധനമാണോ? നാട്ടില് പൊങ്കാലയൊക്കെ രാവിലെ 6 മണി 7 മണിക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ എല്ലാ സ്റ്റാളുകളും ഫുള്ളും റിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കാനും നമുക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങളും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇത് ഇത്തവണയും നമ്മൾ കാണാൻ ചെന്നത് 11-12 മണിയോടുകൂടിയാണ്. അപ്പോൾ തന്നെ അവർ ഏറെക്കുറെ ഫിനിഷ് ചെയ്തായിരുന്നു. ആന്റിക് പീസ്. ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ ഇതും കൊണ്ട് വയ്ക്കണം. That's it. That's okay, sir. That's fine. Thank you. Go. Come back. Tiny bit there. Hello. What you say? ലേഡീസ് സെക്ഷൻ. For the all €5, yeah. ഡാഡി ഇഷ ഒരുപാട് സ്റ്റാളുകൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സമ്മർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് മാക്രൽ ഫെദേഴ്സും അതുപോലെ തന്നെ ലൈൻസും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് മേടിച്ചു. അതിനകത്ത് മുട്ടായി ഇല്ല.
cotton candy on. Mommy, I want time. 1, 2, 3, 65 euro. Tata, don't tell us. With no, just raw only. I have the reels, but I'm looking for the just. Daddy, you can. ഇത് കുറച്ച് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ടോയ്സ്, കുട്ടികളുടെ ടോയ്സും അതുപോലെ തന്നെ കമ്പിളി ഉടുപ്പുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. Irish coffee glasses. Irish coffee glasses. Oh my god. Yeshugudi, come out. We'll go. Mini pancakes. So, snack. Okay. 7 euro, please. Yeah. Yeah. Come on, guys. പൊതുവേ ഈ കാർബോർഡ് സെയിലുകളിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്റ്റഫായിരിക്കും അവർ വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നത്. യൂസ്ഡ് ക്ലോത്ത്സ്, അതുപോലെ തന്നെ കണ്ണടകൾ, ടോയ്സ്, ഫുഡ് വെയർസ്, ആൻറ്റിക് പീസസ്, അതുപോലെ തന്നെ പെർഫ്യൂംസ്, ബുക്സ്, ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആയിട്ടുള്ള ഹോം ഡെക്കേഴ്സ്, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി സാധനങ്ങളാണ് കാർബോർഡ് സെയിലിൽ നമ്മൾ കണ്ടത്. ഇതൊക്കെ തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കാർബോർഡ് സെയിലിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ അവസാന സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നതൊക്കെ നമുക്ക് ബാർഗെയിനിങ് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് മേടിക്കാവുന്നതാണ്. Like the last Saturday of the month now I've been tourist. Yes, yeah, much it. It's on the last Saturday. Oh yeah, traditional